ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷനെ നേക്കി ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കും. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുറേ ക്യാമറ കൊണ്ട് നടക്കണ്ട. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ മാലിന്യ സംസ്കരണ അവതാളത്തിലായത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അന്ന് ഞങ്ങൾ പരിശോധിച്ച് പല ഓട്ടോറിക്ഷകളും വീടുകളിൽ ചെന്നപ്പോൾ ചിലയിടത്തൊക്കെ വസ്ത്രങ്ങൾ നനച്ചിരിക്കുകയാണ്. ഞാൻ പോയൊരു വീട്ടിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിരുന്നു. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നു ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റുവെന്ന് ബോധ്യപ്പെട്ടു. ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അലക്സ് 1000 ലിറ്റർ കുടിവെള്ളം അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ 400 ലിറ്റർ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഈ പതിറ്റാണ്ടുകളോളം മേയറും മന്ത്രിയൊക്കെ ആയിരുന്ന ആൾക്കാർ പറയട്ടെ. ആ ഓട്ടോറിക്ഷകൾ ഞങ്ങളന്ന് പ്രതിപക്ഷത്തായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ച് 3 മാസം കൊണ്ട് തന്നെ ആ ഓട്ടോറിക്ഷകളുടെ ഷെഡിലായെന്നാണ്. അന്ന് ഞങ്ങൾ പരിശോധിച്ച് പല ഓട്ടോറിക്ഷകളും വീടുകളിൽ ചെന്നപ്പോൾ ചിലയിടത്തൊക്കെ വസ്ത്രങ്ങൾ നനച്ച് വിരിച്ചിരിക്കുകയാണ്. ഞാൻ പോയൊരു വീട്ടിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടതുമില്ല. പട്ടി ചാടി കടിക്കാൻ നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷയുടെ കമ്പിയിലാണ് പട്ടിയുടെ കയറ് കെട്ടിയിരിക്കുന്നത്. ഇതൊരു വീട്ടിൽ. അപ്പോൾ ഇങ്ങനെയായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയത്. ഇവിടുത്തെ ഒരു സ്ഥാപനം പൂട്ടലിൻ്റെ വക്കിലായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആ സ്ഥാപനം എനിക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ അവസാനിപ്പിച്ചു. ഉണ്ടാക്കിയിട്ടത്തെ ഓട്ടോറിക്ഷയ്ക്ക് വെളിയിൽ ഓടാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ കൊടുത്തു തീർത്തിട്ട് സ്ഥാപനം ഇപ്പോൾ ഓട്ടോ നിർമ്മിക്കുന്നത്, അതോടുകൂടി ഓട്ടോ നിർമ്മിക്കുക അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഓട്ടോയൊക്കെ പലയിടത്തും സ്മാരകമായിട്ട് കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകില്ലായിരുന്നു. ഉദ്ദേശം ചെറിയ വ്യത്യാസം. അതിൽ പോരായ്മയുണ്ട്. ഞാനതാ പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ മോണിറ്ററിംഗ് ടീമിനെയൊക്കെ വിളിച്ചിരുന്നു. 48 മണിക്കൂറിന് മുൻപും കൂടുതലും അണഞ്ഞു കിടന്ന സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര സ്ഥലത്താണ് എവിടെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി രേഖാമൂലം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അതെ, അത് തന്നെയാണ് എനിക്കും അത് ചോദിക്കാറുണ്ട്. അദ്ദേഹം കൈവച്ചില്ലായിരുന്നെങ്കിൽ ഈ വിളപ്പിൽശാല ഇങ്ങനെ ആവില്ലായിരുന്നു. ഈ മാലിന്യ സംസ്കരണ അവതാളത്തിലായത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അദ്ദേഹം തന്നെ ഞങ്ങൾ ഇന്നൊരു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദരാബാദിൽ നന്നായിട്ട് നടക്കുന്നൊരു പ്രോജക്റ്റ് ഇവിടെ നിന്നും ട്രെയിനിൽ വിളപ്പിൽശാലക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയൊക്കെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കാണിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പൊളിഞ്ഞുപോയി. ആരുടെ കുഴപ്പം? ഹൈദരാബാദിലെ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. പദ്ധതിയുടെ കുഴപ്പമല്ല, ഇവിടെ മാലിന്യം ഇല്ലാത്ത പ്രശ്നമല്ല, നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ വികലമായ കാഴ്ചപ്പാടാണ്. ഇന്ന് വെള്ളപ്പിൽശാല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ആ ഒരൊറ്റ പ്രോജക്റ്റ് അവതാളത്തിലായതോടുകൂടിയാണ് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് മുഴുവൻ തകിടം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞയാൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ വികലമായ ചിന്താഗതി, ഇന്നെഫിഷ്യൻസി, കാഴ്ചപ്പാടില്ലായ്മ കേരളത്തെ മുഴുവനും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതികൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. എന്തായാലും തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ നിലവിലുള്ള സിസ്റ്റം വച്ച് ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. ഗാർബേജ് കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റം റെക്ടിഫൈ ചെയ്യാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഭരണസമിതി കണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോൾ വന്ന ദിവസമൊക്കെ ഞങ്ങൾക്കറിയാം. അതിനിടയ്ക്ക് ആറ്റുകാൽ പൊങ്കാല വന്നു, ബഡ്ജറ്റ് വന്നു, പൊങ്കാല കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നു. കുറേ കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. അതുകൂടി മാറുന്നതോടുകൂടി ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യ പരിഹാര പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, അന്ന് വാങ്ങിയ ടിപ്പറുകൾ എത്ര കോടി രൂപയാണ്? അന്ന് നാട്ടിലത്രയും കൊണ്ടുവച്ച പെട്ടികൾ, ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളിലെല്ലാം അതിലെ ജഗതിയിൽ വാരി കൂട്ടിയിട്ടിരുന്നത്, അതെല്ലാം ഇവിടെ പോയി.
അപ്പം കാഴ്ചപ്പാടില്ലായ്മ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി, ജനങ്ങളുടെ പണം മുടക്കുന്നതിലുള്ള ഒരു ലാഘവ ബുദ്ധി. ഈ പണമൊക്കെ ആരുടെ അടുത്തോട്ട് പോയി? അപ്പം അതുകൊണ്ട് ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അലക്സേ, അതിൻ്റെ അതായത് ഇപ്പം 4-ാം തീയതി അടുത്ത് വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ മുറുകും. ഇന്നലെയൊക്കെ കുറച്ചുകൂടെ മൈൽഡായിരുന്നു. ഈ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പാരമ്യത്തിലെത്തും. പിന്നെ 4-ാം തീയതി കഴിയുമ്പോൾ മെല്ലെ 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 അത് കുറഞ്ഞോളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ്. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നു, ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഒരു തോറ്റു എന്ന് ബോധ്യപ്പെടാത്ത 2-3 ആൾക്കാരുള്ള ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകെ ക്യാമറയും കൊണ്ട് കിടക്കണ്ട. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് കരാറുകളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ലീഗൽ ടീമൊക്കെ വിലയിരുത്തി തന്നെയാണ്, കുറച്ച് സമയമെടുത്ത് വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യവും തെറ്റായിരുന്നില്ലല്ലോ. ഞാൻ ചെറിയ ബസ്സുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് നിങ്ങളെ കാണിച്ചല്ലോ. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ലേ? ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ വളരെ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ 5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ജനങ്ങൾ 5 വർഷത്തേക്കാണ് മാൻഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ വർഷവും ജനങ്ങളോട് ഞങ്ങളെ പ്രോഗ്രസ് കാർഡ് കാണിക്കും. അപ്പോൾ ഈ 3 മാസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ നടന്ന് അധികാരം പോകുമ്പോൾ ഇങ്ങനെ നടന്ന് പ്രതിസന്ധിയിലായാലോ. മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ഒരു 40 വർഷം കൊണ്ട് ഒരു 5 കൊല്ലം ഒഴികെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, മേയറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതിലൊരു 60% സമയവും ഭരിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർഷങ്ങളുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 90 ദിവസമല്ലേ ഉള്ളൂ. എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അലക്സ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെ അങ്ങാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശൈലികളെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു വാക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട്, കുടിവെള്ളം. അത് അഡ്രസ്സ് ചെയ്യണം. ഇന്നലെ പത്രസമ്മേളനം ചോദിക്കാതെ കുടിവെള്ളം 1000 ലിറ്റർ കുടിവെള്ളം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 ലിറ്റർ കുടിവെള്ളം അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ 400 ലിറ്റർ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. 400 ലിറ്റർ ലീക്ക് ആവുകയാണ്. അത് ഇന്നോ ഇന്നലെയുള്ള കണ്ടെത്തലല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റി അതാത് സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ഭൂമിക്കടിയിലിട്ട പൈപ്പ് ആവശ്യത്തിനുള്ള നിലവാരമില്ലാത്ത പൈപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ ലീക്കേജ് ഉണ്ടാകുന്നത്. പിന്നെ 30 വർഷം കഴിയുമ്പോൾ ആ പൈപ്പ് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. 30 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ പൈപ്പ് മാറ്റാൻ വേണ്ടി ഇവരെന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷനെ നേക്കി ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനിലാണ്. പിന്നെന്താ കോർപ്പറേഷനോട് ചോദിക്കുന്നത്? കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലല്ലേ? അപ്പോൾ വാട്ടർ അതോറിറ്റി അല്ലേ അതിൻ്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനം എന്നുള്ളവർക്ക് ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇടപെടേണ്ട പ്രസ്ഥാനമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ തന്നെ ടാങ്കറുകൾ എടുത്ത് കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരും രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കുമാണ് വനിതകൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ കയറുന്നത് വെള്ളം കൊണ്ട് കൊടുത്തിട്ട്. 100 കൗൺസിലർമാരും അവരവരുടെ വാർഡിൽ 101 കൗൺസിലർമാരും അവരവരുടെ വാർഡുകളിൽ കഠിനാധ്വാനം നടത്തിയാണ് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പരമാവധി ഞങ്ങൾ അങ്ങോട്ട് ഇടപെട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ അവിടെ മന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. ആണ് പരിഹരിക്കുന്നുള്ളതാണ്. അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. 2 കാര്യങ്ങൾ. താങ്കളുടെ വളരെ റെലവൻ്റാണ് ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഈ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഫില്ലിംഗ് പോയിന്റുകളിൽ പോയി ടാങ്കർ എടുത്ത് വെള്ളം എത്തിക്കുന്നതാണ് ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഒരു പരാതിയില്ലാതെ 24 മണിക്കൂറും ഫില്ലിംഗ് പോയിന്റിൽ ഉദ്യോഗസ്ഥരെ ഇട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് ഇവിടെ നിന്നൊരു ഹെൽത്ത് സൂപ്പർവൈസർ അതിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മോണിറ്റർ ചെയ്ത് ഞങ്ങൾ പരമാവധി എത്തിക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ടുകൊണ്ട്
വലിയൊരു പ്രോജക്റ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ മാത്രമേ, ഇപ്പം തുടങ്ങിയാൽ മാത്രമേ 2 വർഷമെങ്കിലും കഴിഞ്ഞാൽ ഈ പ്രശ്നം തിരുവനന്തപുരത്ത് പരിഹരിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ ചർച്ചകൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വ്യക്തിപരമായ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പുതിയ ഗവൺമെൻറ് ഞങ്ങൾ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററെ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഭാഗത്തു നിന്ന് അക്കാര്യങ്ങൾ ഇടപെടാൻ പരിമിതിയുണ്ട്. പക്ഷേ ഒരു ചർച്ച ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യും. അല്ലാതെ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഈ 10 പതിറ്റാണ്ടുകളോളം മേയറും മന്ത്രിയൊക്കെ ആയിരുന്ന ആൾക്കാർ പറയട്ടെ, എന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് അല്ല എന്നവരാരെങ്കിലും പറയട്ടെ. 1000 ലിറ്റർ വെള്ളം അവിടെ നിന്ന് ഒഴുകിയാൽ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ശ്രദ്ധ 3 മാസം കൊണ്ട് അധികാരത്തിൽ വന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെന്ന് ചോദിച്ചു നോക്ക്. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു ചോദിച്ചു.